ഒരു കിളിക്കൂടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബേഡ്സ് നെസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽസ് പോവാം. അപ്പോൾ നമുക്ക് കിളിക്കൂട് ഉണ്ടാക്കാനായിട്ട് 2 വൈറ്റ് കളർ പേപ്പറും ഡാർക്ക് ഫാൻറ്റസിയുടെ ഇതുപോലൊരു പെട്ടിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അളവ് നോക്കണം. അളവ് നോക്കിയാൽ ആ പേപ്പർ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ സൈഡിലേക്ക് വേണ്ടിയിട്ട് നീളത്തിൽ 2 പീസും കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ പേപ്പറിലേക്ക് ഒരു കിളിക്കൂടിൻ്റെ ഷേപ്പ് നമുക്ക് വരച്ചെടുക്കണം. ഒരു ഫാൻസി കിളിക്കൂടാണ്, അതുകൊണ്ടാണ് ഈ ഷേപ്പ് ഞാൻ വരച്ചെടുത്തത്. അത് 2 പേപ്പറുണ്ട്. ആ 2 പേപ്പർ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കതിലൊരു ഡിസൈൻ കൊടുക്കണം. അതിന് വേണ്ടി സ്കെയിൽ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് വരച്ച് കൊടുക്കാം. അങ്ങനെ ആ പേപ്പർ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ വരച്ചെടുക്കണം. ഇനി നമുക്ക് ഗോൾഡൻ കളർ പെൻസിൽ എടുത്തിട്ട് ആ വലിയതായിട്ട് വരച്ചിരിക്കുന്നതിൽ പതുക്കെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് നമുക്ക് കൊടുക്കണം. ഇതുപോലെ ഇപ്പോൾ ഇതൊരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 2 പേപ്പറിലും വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ആ പെട്ടിയിലേക്ക് അത് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഫെവിസ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ആ പേപ്പറിൽ ഫുള്ളായിട്ട് നമുക്ക് തേച്ച് കൊടുത്തിട്ട് അത് ആ പെട്ടിയിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഞാൻ ആദ്യം ഷെയ്ഡ് ചെയ്യാൻ ഉപയോഗിച്ചത് ആഷ് കളർ പെൻസിലായിരുന്നു. അതിനുശേഷം ഞാനതൊരു ഭംഗിയില്ലാന്ന് തോന്നി കഴിഞ്ഞപ്പം ഗോൾഡൻ കളർ എടുത്ത് അതിൻ്റെ മുകളിലൂടെ അടിച്ചു കൊടുത്തതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ കളർ ഇങ്ങനെ മാറിയിരിക്കുന്നത്. അപ്പോൾ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലേക്ക് പോകുന്നു തോന്നിക്കഴിഞ്ഞപ്പോഴാണ് ഞാനതൊരു ഗോൾഡൻ കളറാക്കിയത്. ഇതും നമുക്ക് പശ തേച്ചിട്ട് ഇതുപോലെ നമുക്ക് ആ പെട്ടിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ ബോക്സിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി വെട്ടിയെടുത്ത ആ പീസിൻ്റെ അളവ് നോക്കിയിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ആ പീസിലും നമുക്ക് ആ ഡിസൈനായിട്ട് വരച്ചു കൊടുക്കണം. അതിൽ ഒരു സൈഡിൽ ചെറിയ പീസും മറ്റേ സൈഡിൽ വലിയ പീസുമാണ് വരുന്നത്. ആ കറക്റ്റ് അളവിൽ നമുക്ക് ആ 2 സൈഡിൽ നമുക്ക് ഈ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ശ്രദ്ധയോട് കൂടിയിട്ട് ആ ബോക്സ് വെട്ടിയെടുക്കണം. ബോക്സ് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിത് ഈ രീതിയിൽ പതുക്കെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കാം. ബോക്സിൻ്റെ സൈഡ് 2 നമുക്ക് ആദ്യം വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ ഈ പോർഷൻ വെട്ടിക്കളഞ്ഞ് ഇതുപോലെ മുകളിൽ നിന്നൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ബോക്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ജനലും വാതിലൊക്കെ ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു പർപ്പിൾ കളർ ക്ലേ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നീട്ടി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അത് പശ തേച്ചിട്ട് ഒരു ജനലിൻ്റെ ആകൃതിയിൽ പശ തേച്ച് നമുക്കതങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതുപോലെ അതിൻ്റെ അടിവശത്തും ഇതുപോലെ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ ഉള്ളിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഉള്ളിൽ നമ്മളിതുപോലെ ഒരു പ്ലസ് ആകൃതിയിലാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ആ വെർട്ടിക്കലായിട്ടുള്ള ലൈൻ കുറച്ച് കയറ്റി ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാകും. ഇനി നമുക്കൊരു റൗണ്ട് ഷേപ്പ് ഒരു വൈറ്റ് കളർ പേപ്പറിൽ വെട്ടിയെടുക്കണം. അത് നമുക്ക് നമ്മുടെ കൂടിൻ്റെ വാതിലാക്കാനുള്ളതാണ്. അത് നമുക്ക് ബോക്സിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ റൗണ്ടിൻ്റെ ചുറ്റും പശ തേച്ചിട്ട് നമുക്കൊരു ബോർഡർ പോലെ ആ പർപ്പിൾ കളർ ക്ലേ ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫെവി ബോണ്ട് അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് മുകളിൽ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കണം. ഇത് ബ്ലൂ കളർ ചാർട്ട് പേപ്പറിൽ നിന്ന് വെട്ടിയെടുത്ത നീളത്തിലുള്ളൊരു പീസാണ്. പതുക്കെ അളവ് നോക്കിയിട്ട് അത് കട്ട് ചെയ്തെടുത്തതാണ്. ഞാനിത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഒട്ടിച്ചു കൊടുത്തത്. ഫെവി ബോണ്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ച് നേരം നമുക്ക് പിടിച്ചിങ്ങനെ നിൽക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് കിളിക്കൂട് നിർത്താനായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടി സ്ക്വയർ പീസിൽ ഒരു തെർമോക്കോൾ എടുത്തിട്ടുണ്ട്.
ഈ പൈപ്പ് പോലെ ഇരിക്കുന്നത് നമ്മൾ കുട്ടികൾക്ക് ബുക്ക് പൊതിയാനായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വാങ്ങുമല്ലോ, അതിൻ്റെ ഉള്ളിലുള്ളതായിരുന്നു. ഇനി അത് നമുക്ക് കവർ ചെയ്തെടുക്കണം. അതിനിതാ ഇതേപോലെ ഒരു ചെറിയ പീസ് വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ട് നമുക്കതങ്ങനെ ചുരുട്ടി ചുരുട്ടി അതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ അറ്റം ഒട്ടിച്ചെടുക്കാനായിട്ട് നമുക്കത് ഇതുപോലെ ചെറിയ വെട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൽ പശ തേച്ചിട്ട് ഉള്ളിലേക്ക് പതുക്കെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പം അത് ഒട്ടിക്കാൻ പറ്റും. അങ്ങനെ ആ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇത് ആ പൈപ്പ് വെച്ച് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കുഴിച്ചെടുത്തതാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ട് അതിൽ ഒട്ടിച്ചെടുക്കണം. അത് കുറച്ച് നേരം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി നമുക്കതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ചെറിയൊരു കാർഡ്ബോർഡ് പീസ് കൂടെ വെട്ടിയെടുത്തിട്ടുണ്ട്. അതും നമുക്കിതുപോലെ വൈറ്റ് കളർ പേപ്പറിൽ കവർ ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് സെൻറ്ററിൽ പശ തേക്കണം. അതിന് ശേഷം രണ്ട് സൈഡിൽ ഇതുപോലെ പശ തേച്ചിട്ട് നമുക്കിങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ 4 മൂല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് പതുക്കെ പശ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ആ പൈപ്പിൻ്റെ മുകളിൽ കുറച്ച് പശ തേച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്ത ആ പീസ് പതുക്കെ ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ റെഡിയായി. ഇനി കൂടിനുള്ളൊരു ഇരുട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആഷ് കളർ പെൻസിൽ എടുത്തിട്ട് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ വർക്ക് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇത് വൈറ്റ് കളർ ക്ലേയും ഓറഞ്ച് കളർ ക്ലേയും ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കിളിക്കൂടിൻ്റെ മുകളിൽ ഒരു പൂ പോലെ വെച്ച് കൊടുക്കാനായിട്ടാണ്. ആദ്യം നമുക്ക് ആ ക്ലേ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി ഉരുട്ടി എടുക്കണം. ഇതുപോലെ 3 ബോൾസ് ചേർത്ത് ഇങ്ങനെ ഒരു പൂവിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് ആ കിളിക്കൂടിൻ്റെ മുകളിൽ പശ തേച്ച് കൊടുത്തിട്ട് ഒരു പൂവിൻ്റെ ആകൃതിയിൽ അത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ശ്രദ്ധിച്ച് എല്ലാം ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ ബോൾസിൻ്റെ ആകൃതിയൊക്കെ മാറിപ്പോവും. ഇനി നമുക്ക് പൂവിൻ്റെ പെറ്റൽസിൻ്റെ ആകൃതി കിട്ടാനായിട്ട് ടൂൾ ഉപയോഗിച്ചിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് വെട്ടിട്ട് കൊടുക്കണം. എല്ലാ പെറ്റൽസും അങ്ങനെ ചെയ്യണം. ശ്രദ്ധിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ മറ്റുള്ള പെറ്റൽസിൽ ടൂൾ കൊണ്ട് കഴിഞ്ഞാൽ വേറെ ഷേപ്പായിട്ട് മാറിപ്പോവും അത്. ഇനി നമ്മുടെ പൂവിൻ്റെ സെൻറ്റർ വശത്ത് പശ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ആ വൈറ്റ് കളർ ക്ലേയും കൂടി ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു യെല്ലോ കളർ ഫ്ലവറും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ 3 എണ്ണമായിട്ട് ഇങ്ങനെ ഒട്ടിച്ച ശേഷമാണ് ഇങ്ങനെ പെറ്റൽസിന് വെട്ടിട്ട് കൊടുക്കുന്നത്. ഒട്ടിച്ച ശേഷം വെട്ടിട്ട് കൊടുക്കാനായിട്ട് റിസ്ക് ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പൂവിൻ്റെ നടുവിൽ നമ്മൾ പിങ്ക് കളർ ക്ലേ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഗ്രീൻ കളർ ക്ലേ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീട്ടി 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 നമുക്ക് എടുത്തിട്ട് അതിൻ്റെ ഒരു വള്ളിയായിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ വള്ളിയുടെ ആകൃതിയിൽ പശ തേച്ച് കൊടുത്തിട്ട് അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ അത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ അടിവശത്തും അതുപോലെ തന്നെ നമുക്കൊരു വള്ളിയുടെ ആകൃതിയിൽ ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്ലേ എടുത്ത് ഇതുപോലെ കയ്യിൽ വെച്ച് ഉരുട്ടി കൊടുത്തിട്ട് പതുക്കെ ഒന്ന് വിരൽ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് അതിൻ്റെ തുമ്പൊന്ന് ഇതുപോലെ നീട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ആ വള്ളിയിലേക്ക് ഓരോ ലീഫുകളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
മുകൾ വശത്തും നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഡാർക്ക് ഗ്രീൻ കളർ ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ വള്ളി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് നമുക്ക് ഇതുപോലെ വരച്ച് ഇങ്ങനെ കൊടുക്കാം. ആ ഇലയുടെ ഡിസൈനൊക്കെ നമുക്ക് ഇതുപോലെ വരച്ച് കൊടുക്കണം. ആ വള്ളിയും ഇതുപോലെ വരച്ച് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇത് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ലൈറ്റ് ഗ്രീൻ കളർ ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വള്ളി പോലെ വരച്ച് കൊടുക്കണം. അതിൻ്റെ ലീഫും നമുക്ക് ഇതുപോലെ വരച്ച് കൊടുക്കാം. അത് വരച്ചു കൊടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ വള്ളിയും ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് ഗ്രീൻ കളർ ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് റെഡ് കളർ പെൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കായ്കളൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തിട്ട് കൊടുത്താൽ മതി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തിട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കിളിക്കൂടിൻ്റെ ഫ്രണ്ട് വശം ഒന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിന് നമുക്ക് നേരത്തെ വരച്ച പോലെ തന്നെ വള്ളിച്ചെടിയായിട്ട് ഇവിടെയും നമുക്ക് ലീഫുകളൊക്കെ ആയിട്ട് വരച്ചു കൊടുക്കാം. ലൈറ്റ് ഗ്രീൻ കളർ പെൻ വെച്ചിട്ടാണ് ഇത് നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഡാർക്ക് ഗ്രീൻ കളർ പെൻ വെച്ചിട്ട് നമുക്കതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി റെഡും പിങ്കും കളറുള്ള കുറച്ച് തെർമോക്കോൾ ബോൾസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ വള്ളിയുടെ ഇടയിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. വള്ളിച്ചെടിയുടെ ഇടയിൽ വരുന്ന ചെറിയ കായകളായിട്ട് നമുക്കതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഗ്രീനിൻ്റെ മുകളിൽ പിങ്കും റെഡും ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ അതിന് വരും. കിളിക്കൂടാകുമ്പോൾ നമുക്കൊരു കിളി വേണ്ടേ? അതിന് ഞാനൊരു ബുക്കിൽ നിന്നൊരു കിളിയുടെ ചിത്രം വെട്ടിയെടുത്തതാണത്. അത് നമുക്കൊരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഇതെങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റാൻഡിലേക്ക് നമ്മുടെ കിളിക്കൂട് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടി കുറച്ച് പശ തേച്ചിട്ട് കിളിക്കൂട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ആ തൂണിലും കൂടി ചെറിയ ഡിസൈൻ ചെയ്തെടുക്കണം. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വള്ളിച്ചെടിയുടെ ഡിസൈൻ തന്നെയാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കിളിക്കൂടിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കിളിക്കൂട്? ഇഷ്ടമായോ എല്ലാവർക്കും? ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്കത് ഷോക്കേസിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാനിത് ഞങ്ങളുടെ ഷോക്കേസിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കിളിക്കൂട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ.